എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വീക്കെൻഡിൽ രാവിലത്തെ കുറച്ച് സമയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റും വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ 7 മണിയായിട്ടാണ് എഴുന്നേറ്റത്. കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്നും ഇങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് പെയ്യ ജോലികളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് കിച്ചണിൽ കയറിയാണ്. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി മാവ് ആദ്യം തന്നെ നമുക്ക് കുഴച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുഴച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കും കുറച്ച് സമയം. ഇനി വെജിറ്റബിൾ കറിക്കുള്ള പണികൾ നോക്കാം. ഈ വെജിറ്റബിൾ കറിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ മോൻ ഇതുവരെ എണീറ്റിട്ടില്ല. ഇനി മോനെ വിളിക്കണം. ഇപ്പോൾ സമയം ഏകദേശം 7:45 കേട്ടോ. ഇത്ര നേരമൊക്കെ ഉറങ്ങിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് അവനെ വിളിച്ചുണർത്താം. അങ്ങനെ ഞാൻ വിളിച്ച് എണീപ്പിച്ചു കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ആളൊന്ന് അന്താളിച്ച് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കിച്ചണിൽ വന്നു. കിച്ചണിൽ ഞാൻ കറിക്കുള്ളത് വെച്ചിട്ടായിരുന്നു പോയത് കേട്ടോ. പിന്നെ അപ്പോൾ ഇനി മസാലകളൊക്കെ ചേർത്ത് കറി തന്നെ ആദ്യം റെഡിയാക്കി വയ്ക്കുകയാണ്. കറിക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന കറിയാണ് കേട്ടോ. തേങ്ങയ്ക്ക് ഇപ്പം നല്ല വിലയാണ്. ഏകദേശം ഒരു 40 രൂപയൊക്കെ ആയിട്ടുണ്ട് തേങ്ങയ്ക്ക്. എന്നാലും നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റായിട്ട് വെക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ കറി വെക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനൊരു കോഫിയും കൂടി ഇട്ടു. എനിക്ക് രാവിലെ ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കോഫി ഇട്ടു. ഇനി കോഫി കുടിക്കണം. അപ്പോഴത്തേക്ക് മോനെ ഞാൻ ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഗുപ്തന് ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയാറില്ല. അതുപോലെ എനിക്ക് ചൂട് കോഫി ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് നല്ല ചൂട് വേണം കോഫിക്ക്. ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും എങ്ങാനും എവിടെയെങ്കിലും പോകുമ്പോൾ ചായ കുടിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി റെഡിയാക്കണം. ചപ്പാത്തി ഞാൻ എല്ലാം കുഴച്ച് വെച്ചേക്കാണ്. ഇന്ന് പരത്തി ചുടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ചപ്പാത്തി പരത്തിൽ തുടങ്ങി കേട്ടോ. കുറച്ച് ഏറെ ഉണ്ട് ചപ്പാത്തി കേട്ടോ. കുഴച്ച് വന്നപ്പോൾ മാവ് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തുകൊണ്ട് വന്നു. ഇനി ചപ്പാത്തി ചുടുകയാണ്. ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അമ്മ പൊയ്ക്കോളൂ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിടുകയാണ് കേട്ടോ അവിടുന്ന്. എന്നാലും ഞാൻ അവിടെ തന്നെ നിന്നു. കരിച്ച് കളഞ്ഞാലോ, പിന്നെ എന്ത് ചെയ്യും? പക്ഷെ അവന് പിന്നെ എന്നെ ഓടിച്ചു വിടുകയാണ്. എനിക്കെന്താ ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഓരോരോ ചപ്പാത്തികളായിട്ട് ചുട്ടെടുത്തു. ഞാൻ ഒരുപാടൊന്നും അവനെ കൊണ്ട് ചുടിയിച്ചില്ല കേട്ടോ. ഒരു 3-4 എണ്ണം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്